വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാ സാധനമൊന്നുമില്ല, കുറേ സാധനം നാട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് ക്യാമലിൻ്റെ കുറച്ച് കോമൺ ആയിട്ട് വളരെയധികം ആവശ്യം വരുന്ന കളേഴ്സിൻ്റെ ട്യൂബ്സ് ഉണ്ട് വലുത്. പിന്നെ വിൻസർ ആൻഡ് ന്യൂട്ടൻ്റെ ഉണ്ട്, പക്ഷേ വിൻസർ ആൻഡ് ന്യൂട്ടൻ്റെ കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ അക്രിലിക് പെയിൻറ്റിൻ്റെ ട്യൂബ് ആയിട്ടുള്ള പെയിൻറ്റിൻ്റെ സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 9 ml സെറ്റാണ്. ഓരോ ട്യൂബും 9 ml, ഇതിൽ കൂടുതലുള്ളതും ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പെയിൻറ്റ് ഇതേപോലെ ട്യൂബ് അല്ലാതെ ഇതുപോലെ ബോട്ടിലായിട്ടുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു ബോട്ടിലുള്ളത്, അതുപോലെ തന്നെ ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു സെറ്റ് ചെറുതുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പേസ്റ്റൽ കളേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പെയിൻറ്റ് എടുക്കാറ്. പിന്നെ ഡ്രസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും. പിന്നെ എൻ്റെ അടുത്ത് പേൾ കളേഴ്സ് ഇല്ലേ, അതിൻ്റെ 2 സെറ്റ് ഉണ്ട് കേട്ടോ. അതായത് പേൾ കളേഴ്സ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള മെറ്റാലിക് പെയിൻറ്റാണ്. പിന്നെ ഇതുപോലെ കുഞ്ഞു ഡബ്ബകളിൽ ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്ങിന് വേണ്ട പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് പോലെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ആർട്ടിസ്റ്റ് ജെസ്സോയും ടെക്സ്ചർ വൈറ്റുമാണ്. ഈ ടെക്സ്ചർ വൈറ്റ് ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടി ജെസ്സോ നമ്മുടെ ക്യാൻവാസിനൊരു പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് ബ്രസ്ട്രോൻ്റെ ഗൗച്ചെ കളേഴ്സ് ഉണ്ട്, ഗൗച്ചാണെന്ന് പറയാൻ തോന്നുന്നു. പിന്നെ വാട്ടർ കളർ കേക്ക്സ് ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ മോണ്ട്മാർട്ടിൻ്റെ ഒരു ബ്രഷ് സെറ്റ് ഉണ്ട്. ഇതിൽ താഴത്തുള്ള ഈ വേറെ കളറിലുള്ള ബ്രഷൊക്കെ വേറെ ഏതൊക്കെയോ ബ്രഷുകളാണ്. ഞാനൊരു കൺവീനിയൻ്റ് ആയിട്ട് ഇവിടെ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. ഈ ഒരു ബ്രഷ് ഭയങ്കര അടിപൊളിയാണ്, പെറ്റൽസൊക്കെ വരയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് വെച്ചിട്ട്. പിന്നെ എൻ്റെ അടുത്ത് ഒരു ഫാൻ ബ്രഷിൻ്റെ സെറ്റ് ഉണ്ട്, ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 000 ലോങ് ഹെയർ ബ്രഷുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അതിന് കുറേ ബ്രാൻഡുകളുണ്ട്, പക്ഷേ ജെയ്ന എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നല്ലത് കേട്ടോ. 000, അതുപോലെ 0 പല സൈസിലുള്ളതുണ്ട്. പിന്നെ ഇതൊരു പാലറ്റാണ്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല വൃത്തികേടാണ് അത് കാണാൻ. പിന്നെ ആർട്ട് ലൈനിൻ്റെ കുറച്ച് മൈക്രോൺ പെൻസ് ഉണ്ട്, ഫൈൻ ലൈനേഴ്സാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, കത്തിയാണെന്ന് തോന്നുന്നു, ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നൊരു കത്തി. പിന്നെ മോൾഡിറ്റ് ക്ലേ. പിന്നെ ഇതുപോലെ റെസിനുണ്ട് എൻ്റെ കയ്യിൽ, കുഞ്ഞ് റെസിനാട്ടോ അത്. പിന്നെ ഗ്ലൂ ഗണ്ണുണ്ട്, ഗ്ലൂ ഗണ്ണിൻ്റെ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂ സ്റ്റിക്കും ഉണ്ട്. പിന്നെ ഈ ഒരു കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ക്ലേയും ഉണ്ട് എൻ്റെ കയ്യിൽ, പല കളറിലുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ഒരു ലെറ്റർ സ്റ്റാമ്പ് ഉണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബോക്സിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈ ലെറ്റർ സ്റ്റാമ്പിൽ ഇങ്ങനെ നമുക്ക് ഇങ്കും ഉണ്ട്, ആ ഇങ്ക് വെച്ച് നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഓരോ ലെറ്റേഴ്സ് സ്റ്റാമ്പ് ചെയ്യാം. പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് സ്കെച്ച് ബുക്കുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ലിലോ റോഷ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലുള്ളൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അവരുടെ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവരുടെ കുറേ അടിപൊളി ഇതുപോലത്തെ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്കെച്ച് ബുക്ക് ഹോൾഡർ നമുക്ക് ബ്രഷും പെൻസിലും ഒക്കെ കൊണ്ട് നടക്കാൻ, ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു വൈറ്റ് പെന്നുണ്ട്, ഇത് ഞാൻ ഈ ബ്ലാക്ക് ചാർട്ടിലൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്രഷുണ്ട്. ഈ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് തന്നെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ പെയിൻറ്റൊക്കെ ചെയ്യേണ്ട സമയത്ത് എളുപ്പത്തിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് നമ്മൾക്കത് നെക്കി കഴിയുമ്പോൾ ആ ബ്രഷ് വഴി ആവശ്യത്തിനനുസരിച്ച് വെള്ളം പുറത്തേക്ക് വരും, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ കളറിനൊക്കെ നല്ലൊരു ബ്രഷ് പെന്നാണ് കേട്ടോ അത്. പിന്നെ എൻ്റെ വേറൊരു സ്കെച്ച് ബുക്കാണത്. ഈ ഒരു സ്കെച്ച് ബുക്ക് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. സ്കെച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ എന്തൊക്കെയോ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ, ഇതിൻ്റെ പുറത്ത് വരെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ അടുത്തുള്ള ഫാക്ടർ നോട്ടിൻ്റെ ഒരു കുഞ്ഞ് സ്കെച്ച് ബുക്കാണ്. ഇത് ഞാൻ ഈ ബോറടിക്കുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ബോറടിക്കുമ്പോൾ വല്ല പെന്നും കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാറുള്ള ഒരു സ്കെച്ച് ബുക്കാണ്, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്തൊരു ക്യാൻവാസിൻ്റെ ബോർഡുണ്ട്, ചെറുത് ബ്ലാക്ക്. പിന്നെ ക്യാൻസറിൻ്റെ ഒരു ബുക്ക് മാർക്ക് സൈസിലുള്ള കുറച്ച് പേപ്പറുകളുള്ളൊരു സ്കെച്ച് ബുക്ക് പോലെ ഒരു സംഭവമുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതുകൊണ്ട് വളരെ പിശുക്കി അത് യൂസ് ചെയ്യാറുള്ളൂ.
അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഓരോ പേപ്പേഴ്സ് എടുക്കാൻ പറ്റും. അത് വേണേൽ ബുക്ക് മാർക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാൻസറിൻ്റെ വേറൊരു കുറച്ചും കൂടി വലിയ സൈസ് A5 സൈസിലുള്ള കുറച്ച് സ്കെച്ച് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് ജേർണൽസാണ് ഞാൻ കാണിക്കുന്നത്. ജേർണൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട്സൊക്കെ എഴുതി വയ്ക്കാനുള്ള നോട്ട് പാഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ആദ്യത്തേതൊരു നോർമൽ ബുക്കാണ്. പിന്നെ ഇത് ഒരു മിറർ വർക്കൊക്കെ ഉള്ളൊരു പെന്നും ബുക്കും കൂടെ ഉള്ളൊരു ഇതാണ്. പിന്നെ ഇതൊരു വിൻറ്റേജ് സ്റ്റൈലിലുള്ളൊരു ബുക്കാണ്. അതിൻ്റെ അകത്തുള്ള പേപ്പറും കുറച്ചൊരു യെല്ലോയിഷ് ടിൻ്റുള്ളതാണ്. പിന്നെ ഇത് ഫാക്ടറി നോട്ട്സിൻ്റെ ഒരു നോട്ട് ബുക്കാണ് കേട്ടോ, ഒരു ജേർണലാണ്. ഇതൊക്കെ എനിക്ക് ഈ വർഷം യൂസ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സ്കെച്ച് ബുക്കുണ്ട്. ഇത് ബോംബെ സ്റ്റോർ എന്നാണ്, ലുലു മാളിൽ നിന്ന്. വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സാധനമൊക്കെ നല്ല റേറ്റ് ആണെങ്കിലും ഇതിനെനിക്ക് വലിയ റേറ്റൊന്നും ആയില്ല. പിന്നെ ഇത് എനിക്ക് എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ്. എന്നോ ഉള്ളതാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കളർ പെൻസിൽ, അതെനിക്ക് തോന്നുന്നു കുറച്ച് കാലമായി ഞാൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു സ്കെച്ച് പെന്നിൻ്റെ സെറ്റ്, സ്കെച്ച് പെന്നല്ല, ഇതിന് ആൽക്കഹോൾ മാർക്കർ എന്നാണ് പറയുക. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഒരു സൈഡ് ബ്രോഡായിട്ട് വരയ്ക്കാനും ഒരു സൈഡ് നമുക്കിങ്ങനെ ചെറിയ ലൈൻസ് വരയ്ക്കാനും യൂസ് ചെയ്യാം. പിന്നെ ചാർട്ടിലൊക്കെ വരയ്ക്കാൻ വേണ്ടി BEd സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ചിസൽ മാർക്കേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഈ ചിസൽ മാർക്കേഴ്സ് വെച്ച് നമുക്ക് ചാർട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ എഴുതിയത് ശരിയായില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. പിന്നെ എൻ്റെ അടുത്തുള്ള കുറേ ഹലവലാതി സാധനങ്ങളാണിതൊക്കെ. കുറേ ഹൈലൈറ്റർ പെന്ന്, കുറേ സ്കെച്ച് ബുക്കുകൾ, കുറേ കളർ പെന്നുകൾ, പിന്നെ ഡോംസിൻ്റെ ഒരു ബ്രഷ് പെന്നിൻ്റെ സെറ്റിലുള്ള എല്ലാ ബ്രഷ് പെന്നും ഇതിലുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇനിയും ഇതുപോലെ എൻ്റെ കയ്യിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഒരു ആർട്ട് റൂം പോലെയൊക്കെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർട്ട് സ്റ്റുഡിയോ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെയൊക്കെ കാണിച്ചു തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.